നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാമേജ് മാറ്റാനുമാണ് നമ്മൾ ഹെയർ ഷാംപൂസ് അല്ലെങ്കിൽ ഹെയർ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹെയർ ഷാംപൂസ് തന്നെ നമ്മുടെ മുടിയെ നശിപ്പിച്ച് കളയാണെങ്കിലോ? ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിക്കോ നമ്മുടെ സ്കിന്നിനോ നമ്മുടെ ആരോഗ്യത്തിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലെൻസർ ആണ്. ഈ ഒരു ഹെയർ ക്ലെൻസറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് ബ്യൂട്ടി കമ്പനി ആണ്, നാച്ചുറൽ ബ്യൂട്ടി കമ്പനിയാണ് ദ ട്രൈബ് കൺസെപ്റ്റ്സ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടോ? അവരുടെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹെയർ ക്ലെൻസർ. അപ്പോൾ ദ ട്രൈബ് കൺസെപ്റ്റ്സിന്റെ ഹെയർ ക്ലെൻസറിന്റെ സെയിം റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ ഹെയർ ക്ലെൻസറിലും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഹെയർ ക്ലെൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ആംല പൗഡർ, നെല്ലിക്ക പൊടിയാണ്. ഇതിലേക്ക് ഞാൻ റീത്ത പൗഡർ അല്ലെങ്കിൽ സോബെറീസ് എന്നുള്ളതും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹെർബ്സ് ലാൻഡിൻ്റെ റീത്ത പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഹിബിസ്കസ് പൗഡർ, നമ്മുടെ ചെമ്പരത്തി പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഷിക്കക്കായ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ്, ഫെനുഗ്രീക്ക് പൗഡറാണ്. ഇത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഉലുവ പൊടിച്ചിട്ട് ഒരു ചെറിയ ടിന്നിൽ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ക്ലെൻസറിന്റെ റെസിപ്പി. ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കുക. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം. ഈ ഒരു പേസ്റ്റ് നമ്മുടെ മുടിയുടെ റൂട്ട്സ് മുതൽ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇതൊരു ഹെയർ മാസ്ക് പോലെ 20 മിനിറ്റ് നമ്മൾ തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടാതെ കഴുകുമ്പോൾ മറ്റ് ഷാംപൂസും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഷാംപൂസിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ മുടിയെ ഡാമേജ് ആക്കുക മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കെല്ലാം ദൂഷ്യകരമാണ്. പക്ഷെ നമ്മുടെ ഹെയർ ക്ലെൻസർ ഒരു 100% നാച്ചുറൽ ആയതുകൊണ്ട് അതിനെ ഒന്നിനും ഒരു ദൂഷ്യവും വരുത്തുന്നതല്ല. അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയാലും ഈ പൗഡർ മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതല്ല വീട്ടിലാണെങ്കിലും നമുക്ക് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഈ പൊടിയെല്ലാം മിക്സ് ചെയ്ത് വെച്ച് സൂക്ഷിച്ച് നമുക്ക് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഷാംപൂസിന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ഷാംപൂ ആയിട്ട് ഇത് ഉപയോഗിക്കാം. കുട്ടികൾ മുതൽ മുതിർന്നവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഈ പൗഡേഴ്സ് എല്ലാം വാങ്ങുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നമുക്ക് ഈ പൊടികളെല്ലാം വാങ്ങാവുന്നതാണ്. ഈ ഒരു ഷാംപൂ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ക്ലെൻസർ പൗഡർ എനിക്ക് യൂസ് ചെയ്ത ശേഷം നമ്മുടെ ഷാംപൂസ് യൂസ് ചെയ്യുന്നതിന്റെ സെയിം ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് ആണ് എനിക്ക് തോന്നിയത്. എൻ്റെ സ്കാൽപ്പ് എല്ലാം നല്ല ക്ലീൻ ആയി, അതുപോലെ തന്നെ മുടിയെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയി. പിന്നെ ഒന്നും ഇല്ലാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെൽ ഇല്ല. നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരു നല്ല സ്മെൽ ഉണ്ടാവുമല്ലോ, അത് ഇതിലില്ല. കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു മണം അല്ലെങ്കിൽ ഒരു ഫ്രേഗ്രൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു മണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മുടിക്ക് യാതൊരു കേടുപാടില്ല. മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നമ്മുടെ ആരോഗ്യത്തിനും യാതൊരു കേടുപാടില്ലാത്ത ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂവിന്റെ അത്ര പോലും കാശ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഉണ്ടാവുന്നില്ല. ട്രാൻസ്പോർട്ടേഷൻ ചാർജും സ്റ്റോറേജ് ചാർജ് നമ്മളൊന്നും കൊടുക്കണ്ട. ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. അത് വാങ്ങിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാട്ടോ. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മുടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ക്ലെൻസർ ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.